പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട അന്തർദേശീയ കായിക താരത്തിനെ കായികാധ്യാപകർ ജാതി അധിക്ഷേപം നടത്തിയതായി പരാതി. കട്ടപ്പന ഡിവൈഎസ്പിക്ക് നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇതിനിടെ കായികാധ്യാപകരുടെ പക്ഷം പിടിച്ച പഞ്ചായത്ത് അധികൃതർ സ്റ്റേഡിയം കെയർടേക്കറായി ജോലി ചെയ്തിരുന്ന പരാതിക്കാരനെ ജോലിയിൽ നിന്ന് പുറത്താക്കി. സംഭവത്തിൽ പഞ്ചായത്തിനെതിരെ ജില്ലാ സ്പോർട്സ് കൌൺസിലും രംഗത്ത് വന്നു. കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത്. അന്തർദേശീയ മത്സരങ്ങളിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച കായിക താരത്തിനാണ് ദുരവസ്ഥ ഉണ്ടായത്. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട യുവാവ് നെടുങ്കണ്ടം പഞ്ചായത്ത് സ്റ്റേഡിയത്തിലാണ് കെയർടേക്കറായി ജോലി ചെയ്യുന്നത്. പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ പ്രവേശിക്കുന്നതിനും പരിശീലനം നടത്തുന്നതിനും നിശ്ചിത ഫീസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. മേഖലയിലെ പ്രധാനപ്പെട്ട സ്കൂളിലെ ഒരു കായിക അധ്യാപികയും അധ്യാപകനും സ്ഥിരമായി സ്റ്റേഡിയത്തിൽ പരിശീലനം നടത്തുവാൻ എത്തിയിരുന്നു. എന്നാൽ കായിക അധ്യാപകൻ ഫീസ് അടയ്ക്കുവാൻ തയ്യാറായില്ല. ഇത് കെയർടേക്കർ ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് കായിക അധ്യാപകൻ ജാതി അധിക്ഷേപം നടത്തിയത്. സംഭവത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ഇടുക്കി ജില്ലാ സ്പോർട്സ് കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം ടി.എം. ജോൺ ആവശ്യപ്പെട്ടു. അങ്ങനെ അധിക്ഷേപിച്ചെങ്കിൽ അത് കുറ്റകരമാണ്. കാരണം അദ്ദേഹത്തിന്റെ കളറും അദ്ദേഹത്തിന്റെ സമുദായമൊക്കെ ചിലപ്പം വരേണ്യവർഗത്തിൽപ്പെട്ടവർക്ക് പുച്ഛമായി തോന്നിക്കാണും. അത് ഇന്നത്തെ ഗവൺമെന്റും ഞങ്ങളും യാതൊരു കാരണവശാലും അംഗീകരിക്കത്തുമില്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടിയുള്ള എല്ലാ പോരാട്ടവും ഹൈക്കോടതി വിധി ഇന്നലെയുണ്ട്. അതിനോട് എല്ലാ പോരാട്ടവും നടത്തും. അത് മാതൃകാപരമായ നടപടിയെടുക്കുന്നവരെ മുന്നോട്ട് പോവുകയും ചെയ്യും. കായിക താരം കട്ടപ്പന ഡിവൈഎസ്പിക്ക് നൽകിയ പരാതിയെ തുടർന്ന് അന്വേഷണം നടക്കുന്നതിനിടെ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിലെ ഒരു പഞ്ചായത്ത് അംഗം പ്രശ്നത്തിൽ ഇടപെടുകയും അകാരണമായി കായിക താരത്തെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതായും സ്പോർട്സ് കൌൺസിൽ ഭാരവാഹികൾ വ്യക്തമാക്കി. ഈ നടപടിക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ടി.എം. ജോൺ പറഞ്ഞു. ഇവിടെ ഏകപക്ഷീയമായി ഗ്രാമപഞ്ചായത്തിലെ ഏതാനും ആളുകൾ ചേർന്ന് ഇവിടുത്തെ കെയർടേക്കറെ പുറത്താക്കി എന്നുള്ള വാർത്ത കേൾക്കുകയുണ്ടായി. മൂന്നിനത്തിൽ ദേശീയതലമായ സംസ്ഥാന ഗവൺമെന്റോ കേന്ദ്ര ഗവൺമെന്റോ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായി പരിഗണിക്കേണ്ട ആളാണ് ഇവിടെ വന്ന് കെയർടേക്കർ എന്ന നിലയിൽ ഈ ഗ്രൗണ്ടിന്റെ പ്രാഥമിക തൂത്തുവാരലടക്കമുള്ള പ്രാഥമിക ജോലികൾ ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ യോഗ്യത പോലും മനസ്സിലാക്കാതെയാണ് ചില ആളുകൾ അദ്ദേഹത്തെ ആ നിലയിൽ കൈകാര്യം ചെയ്യുന്നത്. മാത്രമല്ല, ഈ സ്റ്റേഡിയത്തിലേക്ക് വരുന്ന രണ്ട് കായിക അധ്യാപകർ അവരെന്തോ അവകാശം പോലെ ഇതിനകത്ത് കയറി ഫീസ് പോലും അടയ്ക്കാതെ മണിക്കൂറുകൾ ഉപയോഗിക്കുന്ന സ്ഥിതിയുണ്ട്. ഞാനും സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പർ എന്ന നിലയിലും കായിക മന്ത്രാലയത്തിന്റെ പ്രതിനിധി എന്ന നിലയിലും ഇത് സംബന്ധിച്ച് ബന്ധപ്പെട്ട സ്കൂളുകൾക്ക് ഈ കായികാധ്യാപകരെത്തിയിട്ടുള്ള രണ്ട് സ്കൂളുകളിലെ പ്രിൻസിപ്പലിന് സംബന്ധിച്ച് പരാതി കൊടുക്കാനും അത്തരത്തിലുള്ള നീക്കങ്ങളെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. സ്റ്റേറ്റിന്റെ മാനേജ്മെന്റ് കമ്മിറ്റിയും കായിക മന്ത്രാലയ പ്രോട്ടോക്കോളും പാലിച്ചല്ലാതെ ഒരാൾക്കും ഇതിനകത്ത് പ്രവേശിക്കാൻ അവകാശമില്ല. അത്തരത്തിലുള്ള പ്രവേശനം നാളെ വന്നാലും അത് തടയാനുള്ള അവകാശം കെയർടേക്കർക്കുണ്ട്. അതിനെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. ജാതി അധിക്ഷേപം നടത്തിയ സംഭവത്തിൽ ദളിത് സംഘടനകളും ശക്തമായ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. അധ്യാപികയ്ക്കും അധ്യാപകനുമെതിരെ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രിക്കടക്കം പരാതി നൽകുമെന്നും സംഘടനാ ഭാരവാഹികൾ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.